Dears, once again welcome back to Lovely Shouts. ലവ്ലി ഷോട്ട്സിൻ്റെ മോക്ക് ടെസ്റ്റ് വീഡിയോകളിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. LDC, LP, UP പരീക്ഷകൾക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ബാക്കി തന്നെയാണ്. ബാക്കി ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓൺലി 3. അതായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അപ്പോൾ ആൻസർ ഓൺലി 3 ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓൾ ഓഫ് ദി അബോവ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബോവ്. എല്ലാം തെറ്റാണ്. 1, 2, 3 ഒക്കെ തെറ്റായ പ്രസ്താവനയാണ്. അതായത് രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക. ഏത് പ്രായത്തിലുമുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ്. വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണ്. ഇത് 3 തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ആൻസർ ഓൾ ഓഫ് ദി അബോവ് 1, 2 ആൻഡ് 3. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൺലി 1 ആൻഡ് 2. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ധാരാളം കമ്മിറ്റികളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട 8 കമ്മിറ്റിയാണ് ഉണ്ടായിരുന്നത്. ദെൻ രണ്ടാമത്തേത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയായിരുന്നു. ഇത് രണ്ടും ശരിയാണ്. 1ഉം 2ഉം ശരിയായ പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവനയാണ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. അത് തെറ്റായ പ്രസ്താവനയാണ്. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അംബേദ്കർ. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ സി, ഓൺലി 1 ആൻഡ് 2. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓൾ ഓഫ് ദി അബോവ്. 1, 2 ആൻഡ് 3. 1, 2, 3ഉം ശരിയാണ്. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു പ്രസിഡന്റ്. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. പറഞ്ഞു നമ്മൾ ഓൾറെഡി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. അപ്പോൾ 3ഉം ശരിയായ പ്രസ്താവനയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന എല്ലാം ശരിയായ പ്രസ്താവനയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓൾ ഓഫ് ദി അബോവ്. കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നതിൽ ശരിയായത്? അപ്പോൾ കാനഡയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്തത് ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൺലി 1 ആൻഡ് 2. 1ഉം 2ഉം അർദ്ധ ഫെഡറൽ സമ്പ്രദായം. 2 ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം. ഇത് രണ്ടും ഭരണഘടനയിൽ നിന്ന് കാനഡ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്. അപ്പോൾ ഓൺലി 1 ആൻഡ് 2. 1ഉം 2ഉം അർദ്ധ ഫെഡറൽ ഫെഡറൽ സമ്പ്രദായം, അതേപോലെ തന്നെ അവശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം. ഇത് രണ്ടും കാനഡ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. ഇനി നിർദ്ദേശക തത്വങ്ങളാണ് ഇവിടെ മറ്റൊന്നുള്ളത്. നിർദ്ദേശക തത്വങ്ങൾ
ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് അയർലൻഡിൽ നിന്നും കടം കൊണ്ടതാണ്. അയർലൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇരുപത്താറിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓൺലി 1 and 2. ഓൺലി 1 and 2. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 1 നോക്കാം. ചൂഷണത്തിനെതിരെയുള്ള അവകാശം. 2 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇത് രണ്ടുമാണ് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമാണ് മൂന്നാമത്തേത്. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം മൗലിക അവകാശമല്ല, അതൊരു നിയമാവകാശമാണ്. മൗലിക അവകാശങ്ങളിൽ നിന്നും അമെൻമെൻറ്റിലൂടെ മാറ്റിയതാണ്. അപ്പോൾ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഒരു നിയമാവകാശമാണ്, ലീഗൽ റൈറ്റ് ആണ്. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. ഓൺലി 1 and 2. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൺലി 2 and 3. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1, 2 ആണ്. 2ഉം 3ഉമാണ്. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. ഒന്നാമത്തേത് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. 2ഉം 3ഉമാണ് ശരി. ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല, അതേപോലെ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. ഓൺലി 2 and 3 ആണ് ശരിയായ പ്രസ്താവന. കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 3. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. മൂന്നാമത്തേത് സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. കേരളീയവുമായി ബന്ധപ്പെട്ട് 2 കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇത് സംഘടിപ്പിക്കുന്നത്. തെറ്റായ പ്രസ്താവനയാണ്. കേരള ഗവൺമെൻറ്റാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അപ്പോൾ സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. അപ്പോൾ ഓൺലി 1 and 3 ആണ് ശരിയായ ആൻസർ. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇത്? ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൾ ഓഫ് ദി അബോവ്. 1, 2, 3. 3ഉം ശരിയാണ്. സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. ഐക്യരാഷ്ട്ര സംഘടന സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ പിൻഗാമിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി, സെക്യൂരിറ്റി കൗൺസിൽ അല്ലെങ്കിൽ സുരക്ഷാ സമിതി. ഇത് 3ഉം ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ആൻസർ ഓൾ ഓഫ് ദി അബോവ് 1, 2, 3 എന്നതാണ്. 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ആൻസർ ഓപ്ഷൻ സി ആണ്. G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. ഓൺലി 1 and 2. G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നത് ശരിയായ പ്രസ്താവനയാണ്. 2 ന്യൂഡൽഹിയിലായിരുന്നു ഇത് നടന്നത്. ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. ശരിയാണ്. ഇനി തെറ്റായ പ്രസ്താവനയാണ്. ഇന്ത്യയിൽ നടക്കുന്ന 2ാമത്തെ ഉച്ചകോടിയാണിത്. തെറ്റായ പ്രസ്താവനയാണ്. ഇന്ത്യയിൽ നടക്കുന്ന ആദ്യത്തെ ഫസ്റ്റ് സമ്മിറ്റാണിത്. ആദ്യത്തെ ഉച്ചകോടിയാണ് ന്യൂഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടി. അപ്പോൾ ഓൺലി 1 and 2 ആണ് ശരിയായ പ്രസ്താവന. കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സീറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? അപ്പോൾ സീറോഫ്താൽമിയ എന്ന രോഗം കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന രോഗമാണ്. ഇത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലം ഉണ്ടാവുന്നതാണ്? ആൻസർ സിമ്പിളാണ്. വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സീറോഫ്താൽമിയ. കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ. അപ്പോൾ ഓപ്ഷൻ ഡി വിറ്റാമിൻ എ. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലിസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഏത്? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലിസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. മലമ്പനി. മലമ്പനിയാണ് പ്ലാസ്മോഡിയം
എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലിസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം? ആൻസർ ഓപ്ഷൻ ബി മലമ്പനി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവ ഗ്രന്ഥി ഏത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പാൻക്രിയാസ്. പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന ഗ്രന്ഥി. പാൻക്രിയാസ്. ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചതാര്? ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ സിമ്പിളാണ്, ധാരാളം എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ആൻസർ ഓപ്ഷൻ എ ആണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ഓപ്ഷൻ ബി ആണ് ഋതു കരിതാലാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത. ഋതു കരിതാൽ. ആൻസർ ഋതു കരിതാൽ. പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ട്? പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ട്? ആൻസർ ഓപ്ഷൻ എ ആണ് അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലുകളുടെ മർദ്ദം കൂടുതലും ആയതിനാൽ. രക്തക്കുഴലുകളുടെ മർദ്ദം കൂടുതലും അന്തരീക്ഷ മർദ്ദം കുറവും ആയതിനാലാണ് പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാനുള്ള കാരണം. അപ്പോൾ 36ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അന്തരീക്ഷ മർദ്ദം കുറവ്, രക്തക്കുഴലുകളുടെ മർദ്ദം കൂടുതൽ. രക്തക്കുഴലുടെ മർദ്ദം കൂടുമ്പോൾ രക്തക്കുഴൽ പൊട്ടിയിട്ട് മൂക്കിൽ നിന്നും ബ്ലഡ് വരാറുണ്ട്. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 38. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ക്ലോറോഫോം ആണ് താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത്. ക്ലോറോഫോം. ആൻസർ 38ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ക്ലോറോഫോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് 39ഉം 40ഉം. ഈ 2 ക്വസ്റ്റ്യൻസും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 37, 39, 40 ഈ 3 ക്വസ്റ്റ്യൻസും ഡിലീറ്റഡ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മറ്റു ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 40 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലുമായി ഡിസ്കസ് ചെയ്തു. 2024 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2023 ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.